റിട്രോഫിറ്റിംഗാണ് നമ്മൾ നോക്കണം. ഈ ഒരു കോളത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ക്രാക്ക് വന്നിരുന്നു. അത് ഓവർലോഡ് കൂടിയിട്ടാവാം, ചിലപ്പോൾ സെറ്റിൽമെൻറ്റ് കൂടിയിട്ടാവാം. അപ്പോൾ അത് അവർ മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞിട്ട് തുരുമ്പുള്ള കമ്പി നോക്കിയിട്ട് അത് തുരുമ്പൊക്കെ മാറ്റി സാൻഡൊക്കെ ചെയ്ത് തുരുമ്പൊക്കെ മാറ്റി ഇതുപോലെ മെനയാക്കിയിട്ട് പിന്നെ ഒരു കമ്പി ഇട്ടും പല സ്ഥലത്ത് ഉള്ളിൽ ഹോളിടും. അടിയിലേക്ക് ഹോളിടും, മുകളിലേക്ക് ഹോളിടും. അതായത് മുകളിലത്തെ ബീമിലേക്ക് ഹോളിടും, ഫൗണ്ടേഷൻ അങ്ങോട്ടേക്കും ഹോളിടും. അതായത് കമ്പികൾ ഉറപ്പിക്കാൻ. ഇതിലിപ്പോൾ ഒരു 8 കമ്പി ചുറ്റും വെച്ചിട്ടുണ്ട്. 2 കമ്പി ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ റിങ്സ് ഇടും. പിന്നെ ആ റിങ്ങിൽ തന്നെ ഒരു റിങ് നടുക്ക് ഇതുപോലെ ഇങ്ങനൊരു സംഭവം വെച്ചിട്ട് അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റാ പോലെ ഇങ്ങോട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷട്ടറിങ് മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ ഇട്ടിട്ട് ഇതിപ്പോൾ 22 കോളായിരുന്നു. അപ്പോൾ 40 ആയിട്ട് മാറും. ആ ലെവലിൽ ഷട്ടർ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഈ ഷട്ടറിങ് പകുതി കുളത്തിന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഷട്ടറിങ് കയറിയിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യും. മൈക്രോ കോൺക്രീറ്റാണ് ഇതിലിടുന്നത്. മൈക്രോ കോൺക്രീറ്റ് നമുക്ക് സാധനം വാങ്ങിക്കാൻ കിട്ടും. 25 കിലോയുടെ ബാഗ് എന്ന് തോന്നുന്നു. അത് നമുക്കിങ്ങനെ ഇട്ടിട്ട് വെള്ളം ചേർത്ത് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഈ കംപ്രസീവ് ഏരിയ കൂടും. അതായത് നമ്മുടെ കോൺക്രീറ്റ് ഏരിയ കൂടുമ്പോൾ കംപ്രസീവ് ഏരിയ കൂടുന്നതാണല്ലോ. അപ്പോൾ കൂടുതൽ ലോഡ് താങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇതിപ്പോൾ ഇവർ ഫുള്ള് മുകളിലേക്കുള്ള ചെയ്ത് കഴിഞ്ഞു. ഇത് വേറൊരു കോളം ചെയ്യാനുള്ളതാണ്. ഞാൻ ഇതിലെ നറുക്കത്ത് കമ്പി പിടിച്ചിരിക്കാണ്ടില്ലേ, അതുപോലെ ചെയ്യുക. ഇതിപ്പോൾ ഫുള്ള് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞാണ്. ഒരു 25 mm പ്ലാസ്റ്ററിങ് തിക്നെസ് വിടും. അങ്ങനെ കോളം ഫുള്ള് ഫിനിഷായി. ഇതാണ് ഫിനിഷ്ഡ് ആയിട്ടുള്ള കോളം. ഇതിപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നടക്കുകയാണ്. ഇനി കുറച്ച് ക്യൂറിങ് മാത്രമേ ഉള്ളൂ, വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളത്തിൽ പ്രശ്നം വരുന്നു, അതായത് ക്രാക്ക് വരുന്നു. അപ്പോൾ അത് അവർ വന്നിട്ട് വർക്കേഴ്സ് വന്നിട്ട് ഫുള്ള് ചിപ്പ് ഓഫ് ചെയ്യുന്നു. ചിപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു സ്റ്റീല് കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഈ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് അതിനൊരു ആൻറ്റി കൊറോസീവ് ഏജൻറ്റ് തേച്ചിട്ട് പിന്നെ ബൈൻഡിങ് ഏജൻറ്റ് കൊണ്ട് അവിടെ തേച്ച് കഴിഞ്ഞിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഷട്ടർ ഇട്ടിട്ട് മൈക്രോ കോൺക്രീറ്റ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റർ നടത്തുന്നു. ഇത്രേ ഉള്ളൂ റിട്രോഫിറ്റിംഗ്. അപ്പോൾ റിട്രോഫിറ്റിംഗ് നമ്മൾ അധികം ഇവിടെ കാണാറില്ല. ഇങ്ങനെ എന്തെങ്കിലും കോളത്തിന് പ്രശ്നം വരുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.